ഫ്രണ്ട്സ്, ഹൈ ഹോപ്സിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കുന്ന ഫിസിക്സ് ആണ്. നമ്മൾ ഓൾറെഡി 2 വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യം അപ്ലോഡ് ചെയ്ത 2 വീഡിയോസുകൾ കാണണം. കണ്ട ശേഷം ഈ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് നോക്കാം. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് ജൂൾസ് ലോ ആയിരുന്നു. അപ്പോൾ ആ ജൂൾസ് ലോ ഉപയോഗിച്ചിട്ട് ഒരു ടേബിളൊക്കെ നമ്മൾ പൂരിപ്പിച്ചായിരുന്നു. അപ്പോൾ ആ ജൂൾസ് ലോ നമുക്കറിയാം എന്തായിരുന്നു. ആ ജൂൾസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് H I square RT എന്നുള്ളതായിരുന്നു ജൂൾസ് ലോയുടെ ഇക്വേഷൻ. എന്താണ് ജൂൾസ് ലോയുടെ ഇക്വേഷൻ? H I square RT ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ടേബിളൊക്കെ പൂരിപ്പിച്ചായിരുന്നു. ആ ടേബിളിനകത്ത് എന്തൊക്കെയായിരുന്നു? കറണ്ടിനെ കുറിച്ചും റെസിസ്റ്റൻസും ടൈമും എങ്ങനെയാണ് ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? ഒരു കണ്ടക്ടറിനകത്ത് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയായി മാറുന്നതെന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെറിവേഷനിലൂടെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഒബ്സർവേഷൻ, അതായത് ഒരു എക്സ്പെരിമെന്റിലൂടെ നമ്മൾ തെളിയിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ഒരു ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചത്? ഒരു ഡെറിവേഷനിലൂടെ ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഒബ്സർവേഷൻ, അതായത് ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് 1.3 ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രത്തിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കിയേ. ആ ചിത്രത്തിനകത്ത് 2 ബീക്കറുകൾ കൊടുത്തിട്ടുണ്ട്. എ എന്നും ബി എന്നും പറഞ്ഞ 2 ബീക്കേഴ്സ് ഉണ്ട്. ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്, 6 വോൾട്ടിന്റെ ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്. ഒരു റിയോസ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അമ്മീറ്റർ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്? അമ്മീറ്റർ നമുക്കറിയാം ഇതിനകത്തുള്ള കറണ്ട് അളക്കാൻ വേണ്ടിയാണ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഘടകം കൊടുത്തിട്ട് RH എന്നാണ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ റിയോസ്റ്റാറ്റിന്റെ ധർമ്മം എന്ന് പറയുന്നത്? നമ്മുടെ സർക്യൂട്ടിനകത്തുള്ള കറണ്ടിന്റെ അളവിനെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്താണ്? നമ്മുടെ സർക്യൂട്ടിനകത്തുള്ള കറണ്ടിന്റെ അളവിനെ അഡ്ജസ്റ്റ് ചെയ്യുക. എങ്ങനെയാണ് ഈ കറണ്ടിന്റെ അളവിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഈ റിയോസ്റ്റാറ്റിനകത്ത് നമ്മൾ റെസിസ്റ്റൻസുകൾ മാറ്റിക്കൊണ്ട് ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ അളവ് മാറ്റുക. അപ്പൊ റെസിസ്റ്റൻസ് മാറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സർക്യൂട്ടിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ അളവ് മാറ്റും. അപ്പൊ അതിനുവേണ്ടിയാണ് റിയോസ്റ്റാറ്റ്. പിന്നെ നോക്കി 2 ബീക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എ എന്നും ബി എന്ന് പറയുന്ന ബീക്കേഴ്സ് ഉണ്ട്. ഈ ഒരു ബീക്കേഴ്സ് നോക്കി, ആദ്യത്തെ എ എന്ന് പറയുന്ന ബീക്കേഴ്സിനകത്ത് PQ എന്ന് പറയുന്ന ഒരു ദണ്ട് വെച്ചിട്ടുണ്ട്. PQ എന്ന് പറയുന്ന ദണ്ട് എന്താണ്? നിക്രോം കൊണ്ട് നിർമ്മിച്ചൊരു ദണ്ടാണ് വെച്ചിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ബീക്കർ നോക്കി. ആ രണ്ടാമത്തെ ബീക്കറിനകത്ത് എന്താണ്? ഒരു ദണ്ട് വെച്ചിട്ടുണ്ട്. RS എന്ന് പറയുന്ന ഒരു ദണ്ടാണ് വെച്ചിരിക്കുന്നത്. RS എന്ന് പറയുന്നത്. അപ്പൊ അതെന്തുകൊണ്ട് നിർമ്മിച്ചാണ്? കോപ്പർ കൊണ്ട് നിർമ്മിച്ചത്. അപ്പൊ നോക്കി, നിക്രോം കൊണ്ട് നിർമ്മിച്ച ഒരു ദണ്ടും വെച്ചിട്ടുണ്ട്. RS കൊണ്ട് നിർമ്മിച്ച ഒരു ദണ്ട് കണ്ടക്ടറും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബീക്കറിനകത്ത് വാട്ടർ ആണ് നിറച്ചിരിക്കുന്നത്. ഈ 2 ബീക്കറിലും എന്ത് നിറച്ചിട്ടുണ്ട്? വാട്ടർ നിറച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ സെറ്റിംഗ്സ് ആണ് ഇതിനകത്തുള്ളത്? സെല്ല് കൊടുത്തിട്ടുണ്ട്, അമ്മീറ്റർ കൊടുത്തിട്ടുണ്ട്, ബീക്കർ കൊടുത്തിട്ടുണ്ട്, 2 ദണ്ട് PQ എന്ന് പറയുന്ന ഒരു കോപ്പർ ഒരു നിക്രോം ദണ്ടും RS എന്ന് പറയുന്ന ഒരു കോപ്പർ ദണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇതിനകത്ത് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയായി മാറുന്നതെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ആ സർക്യൂട്ട് ഓൺ ആക്കുന്നു, സ്വിച്ച് ഓൺ ആക്കുന്നു. ഒരല്പനേരം 2-3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ 2 ബീക്കറിലെയും ടെമ്പറേച്ചർ അളക്കുന്നു. എന്തുപയോഗിച്ചുകൊണ്ട്? തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ 2 ബീക്കറിലെയും എന്ത് ടെമ്പറേച്ചർ അളക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ നിക്രോമിനകത്ത് ടെമ്പറേച്ചർ അളക്കുന്നു. അതിനുശേഷം നമ്മൾ കോപ്പർ ഇരിക്കുന്ന ബീക്കറിലെ വാട്ടറിന്റെ ടെമ്പറേച്ചർ അളക്കുന്നു. അപ്പൊ നമ്മൾ ഈ ടെമ്പറേച്ചർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നിക്രോം വെച്ച ബീക്കറിലെ ടെമ്പറേച്ചർ മറ്റേ രണ്ടാമത്തെ ബീക്കറിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ നിക്രോം ഇരിക്കുന്ന ബീക്കറിലെ ടെമ്പറേച്ചർ കോപ്പർ വെച്ചിരിക്കുന്ന ബീക്കറിനേക്കാളും എന്തായിരിക്കും? കൂടുതലായി കാണിക്കുന്നു. അപ്പൊ നിക്രോം വരുന്ന വെള്ളം എന്താണ്? നിക്രോം വെച്ച ബീക്കറിനകത്ത് ടെമ്പറേച്ചർ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പൊ നമ്മൾ കണ്ട ഒബ്സർവേഷൻ എന്താണ്? നിക്രോമിലിരിക്കുന്ന ബീക്കറിനകത്തുള്ള നിക്രോം വെച്ചിരിക്കുന്ന ബീക്കറിനകത്ത് വാട്ടറിന്റെ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിട്ട് കണ്ടു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നിക്രോം വെച്ച ബീക്കറിലെ വെള്ളം കോപ്പറിനേക്കാളും എന്ത് ചെയ്യുന്നത്? കോപ്പർ വെച്ച വെള്ളത്തെക്കാളും ഹീറ്റ് കൂടുവാൻ കാരണം? അപ്പം അവിടെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് നിക്രോം വെച്ച ബീക്കറിലെ വെള്ളം കോപ്പറിനകത്തേക്കാളും ഹീറ്റ് കൂടുവാൻ കാരണം? അപ്പൊ എന്തുകൊണ്ടാണ്? നിക്രോമിന് കോപ്പറിനേക്കാളും റെസിസ്റ്റൻസ് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? നിക്രോമിന് കോപ്പറിനേക്കാളും റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ നിക്രോമിന് കോപ്പറിനേക്കാളും റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ടാണ് നിക്രോം വെച്ച വെള്ളം എന്ത് ചെയ്ത് നിക്രോം ദണ്ടിരിക്കുന്ന വെള്ളം കൂടുതൽ ഹീറ്റ് ആയത്. അപ്പം എന്തുകൊണ്ടാണ്? റെസിസ്റ്റൻസ് കൂടുതലാണ്. ആർക്ക്? നിക്രോമിന് കോപ്പറിനേക്കാളും റെസിസ്റ്റൻസ് കൂടുതലാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ വെച്ചിട്ടെന്ന് പറഞ്ഞു. ഈ റിയോസ്റ്റാറ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇതിനകത്തുള്ള കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ സർക്യൂട്ടിലെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, കൂട്ടുന്നു. റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സർക്യൂട്ടിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ട് വർദ്ധിപ്പിക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? തെർമോമീറ്റർ വെച്ചുകൊണ്ട് ഈ 2 ബീക്കറിലെയും ടെമ്പറേച്ചർ അളക്കുന്നു.
അപ്പൊ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കറണ്ട് വർദ്ധിപ്പിച്ച ശേഷം രണ്ട് ബീക്കറിലെയും ടെമ്പറേച്ചർ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നോക്കും. അപ്പൊ നമ്മൾ നേരത്തെ അളന്ന ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും ഇപ്പോഴുള്ള ടെമ്പറേച്ചർ. നേരത്തെ അളന്ന ടെമ്പറേച്ചറിനേക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ. അതെന്തുകൊണ്ടായിരിക്കും? കാരണം ഇപ്പോൾ എന്ത് ചെയ്തു? കറണ്ട് ഇൻക്രീസ് ചെയ്തു. നമ്മളറിയാം ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? കറണ്ട് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, ടൈം ഉണ്ട്. റെസിസ്റ്റൻസ് കൂടിയ ഹീറ്റ് കൂടും. അതുകൊണ്ടാണ് നിക്രോമിന് എന്ത് ചെയ്തത്? നിക്രോമിന് റെസിസ്റ്റൻസ് കൂടുതലായിട്ടാണ് ഹീറ്റ് കൂടിയത്. ഇപ്പൊ നമ്മൾ എന്താ ഇൻക്രീസ് ചെയ്തത്? കറണ്ട് ഇൻക്രീസ് ചെയ്തത്. എങ്ങനെയാണ് കറണ്ട് ഇൻക്രീസ് ചെയ്തത്? റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഹീറ്റ് എന്ന് പറയുന്നത് ഐക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ വെച്ചാൽ കറണ്ട് കൂടും, എന്ത് ചെയ്യും? ഹീറ്റ് കൂടും. അപ്പൊ കറണ്ട് റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കറണ്ട് കൂട്ടിയപ്പോൾ ഈ സർക്യൂട്ടിനകത്തുള്ള എന്ത് ചെയ്ത് ആ തെർമോമീറ്ററിനകത്ത് എന്താണ് റീഡിങ്? ഹീറ്റ് കൂടി. അപ്പൊ രണ്ടിലും കൂടും, കോപ്പറിലും കൂടും, നിക്രോമിലും കൂടും, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടി. ഇനി അടുത്ത മൂന്നാമത് നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ആണ് വെച്ചിരുന്നതെങ്കിലും സമയം വർദ്ധിപ്പിക്കുന്നു. ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കുറെ സമയം, അധിക സമയം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കറണ്ട് ഇതിനകത്തൂടെ കടത്തി വിടുന്നു. അപ്പൊ നമ്മൾ മൂന്നാമത് ചെയ്യുന്നത് എന്താണ്? സമയം ഒരുപാടായിട്ട് വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ഈ സമയം വർദ്ധിപ്പിച്ചിട്ട് നമ്മൾ തെർമോമീറ്റർ വെച്ച് റീഡിംഗ് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് കൂടുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് സമയം വെച്ചപ്പോഴും ഹീറ്റ് കൂടിയത്? അപ്പൊ നേരത്തെ ഉള്ളതിനേക്കാളും ഹീറ്റ് എപ്പോൾ വീണ്ടും കൂടി? സമയം വർദ്ധിപ്പിച്ചപ്പോൾ കൂടി. അവിടെ നമ്മൾ നോക്കില്ല, ഹീറ്റ് എന്ന് പറയുന്നത് എന്തിനാ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്? സമയത്തിനും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അതായത് സമയം കൂടിയാൽ എന്ത് കൂടും? ഹീറ്റ് കൂടും. അപ്പൊ എന്തൊക്കെ? കറണ്ട് കൂടുമ്പോൾ ഹീറ്റ് കൂടും, റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് കൂടും, ടൈം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് കൂടും. അപ്പൊ സമയം വർദ്ധിച്ചപ്പോഴും ഹീറ്റ് കൂടി. അപ്പൊ നമ്മൾ ഈ എക്സ്പെരിമെന്റിലൂടെ എന്താണ് മനസ്സിലായത്? ഈ എക്സ്പെരിമെന്റിലാണ് ഒരു ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എങ്ങനെ? രണ്ട് ബീക്കറിനകത്ത് നമ്മൾ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് രണ്ടിലെയും ഹീറ്റ് നമ്മൾ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ നോക്കി. ആദ്യം നമ്മൾ നിക്രോമിന്റെയും കോപ്പറിന്റെയും ടെമ്പറേച്ചർ നോക്കി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? കറണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ നോക്കി. അതിനുശേഷം സമയം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചർ. അപ്പൊ ഈ 3 ഘട്ടത്തിലും എന്ത് ചെയ്തു? നിക്രോമിന് എന്താണ്? കോപ്പറിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലാണ്. കറണ്ട് വർദ്ധിച്ചപ്പോൾ രണ്ടിനും ടെമ്പറേച്ചർ കൂടി. എങ്കിലും നിക്രോമിനാണ് ഏറ്റവും കൂടുതൽ. കാരണം എന്തുകൊണ്ടാണ്? റെസിസ്റ്റൻസ്. നിക്രോമിന് കോപ്പറിനേക്കാളും റെസിസ്റ്റൻസ് കൂടുതലാണ്. സമയം വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്തു? ഹീറ്റ് കൂടി. കാരണം H എന്ന് പറയുന്നത് സമയത്തിന് നേർ അനുപാതത്തിലാണ്. അപ്പൊ സമയം വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് കൂടും? ഹീറ്റ് കൂടും. അപ്പൊ നമ്മൾ ജൂൾസ് ലോ എന്ത് ചെയ്തു? എക്സ്പെരിമെന്റിലൂടെയും കണ്ടുപിടിച്ചു, നേരത്തെ ഡിറൈവ് ചെയ്തും എങ്ങനെയാണ് ഹീറ്റ് ആയിട്ട് മാറുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് ജൂൾസ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോബ്ലം. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നോക്കിയ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ടക്ടറിനകത്തൂടെ 0.2 ആംപിയർ കറണ്ട് 5 മിനിറ്റ് കടന്നു പോകുന്നു. കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 200 ഓം കണ്ടക്ടർ. അപ്പൊ 200 ഓം കണ്ടക്ടർ ആണ്. ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് 200 ആണ്. കറണ്ട് എത്രയാണ്? 0.2 ആംപിയർ കറണ്ട് ആണ്. എത്ര നേരം? 5 മിനിറ്റ് കടന്നു പോകുന്നു. എങ്കിൽ ഈ കണ്ടക്ടറിനകത്ത് ഉണ്ടാകുന്ന ഹീറ്റ് എത്രയാണ്? കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റൻസ് എത്ര ഉണ്ട്? 200 ഉണ്ട്. 0.2 ആംപിയർ കറണ്ട് 5 മിനിറ്റ് ടൈമിലാണ് അതിനകത്ത് കടന്നു പോകുന്നത്. അപ്പൊ നോക്കി, നമുക്കറിയാം ജൂൾസ് ലോ അനുസരിച്ച് ഹീറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ H = I²RT ആണ്. അപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് ആണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമ്മൾ എഴുതണം. റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, അത് എഴുതണം. കറണ്ട് എത്ര കൊടുത്തിട്ടുണ്ട്, ടൈം എത്ര കൊടുത്തിട്ടുണ്ട്, അത് ആദ്യം എഴുതുക. ജൂൾസ് ലോ അനുസരിച്ചുള്ള ഇക്വേഷൻ എന്താണ്? H = I²RT. 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഇക്വേഷൻ ആണ് H = I²RT. എന്തുകൊണ്ടാണ് നമ്മൾ H = IVT ഉണ്ട്, H = V²/R × T ഉണ്ട്, H = I²RT ഉണ്ട്. ഈ 3 ഇക്വേഷൻസ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എടുത്തത്? കാരണം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? റെസിസ്റ്റൻസും വേണം, ടൈമും ഉണ്ട്, കറണ്ടും ഉണ്ട്. ഇത് 3 ഉൾപ്പെടുന്ന ഇക്വേഷൻ ഏതാണ്? ഈ ഇക്വേഷനകത്ത് ഇതിനകത്ത് നോക്കിയാൽ ടൈം ഉൾപ്പെടുന്നുണ്ട്, റെസിസ്റ്റൻസും ഉണ്ട്, കറണ്ടും ഉണ്ട്. എന്നാൽ ഇതിനകത്ത് നോക്കിയാൽ കറണ്ട് കൊടുത്തിട്ടില്ല, ഇതിനകത്ത് നോക്കിയാൽ റെസിസ്റ്റൻസ് ഇല്ല. അപ്പൊ ഇത് 3 ഉൾപ്പെടുന്ന ഇക്വേഷൻ ഏതാണ്? ഈ ഇക്വേഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ എടുത്തു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനകത്ത് എന്താണ് തരുന്നത്? ആ 3 ഉൾപ്പെടുന്ന ഇക്വേഷൻസ് ഏതാണോ അതായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇത് 3 ഉൾപ്പെട്ട ഇക്വേഷൻ H = I²RT ആണ്. അപ്പൊ നമുക്ക് ഇനി കണ്ടുപിടിക്കാം. ഐയുടെ സ്ഥാനം എത്രയാണ്? 0.2. ഐക്ക് എത്ര കൊടുക്കുന്നു? 0.2 ആംപിയർ കറണ്ട്. ഐക്ക് സ്ക്വയർ ഉണ്ടായത് 0.2ന്റെ സ്ക്വയർ. റെസിസ്റ്റൻസ് എത്രയാണ്? 200 ഓം ആണ് റെസിസ്റ്റൻസ്. 200 ഓം ആണ് റെസിസ്റ്റൻസ്.
ഇനി എത്രയാണ് ടൈം? ഇപ്പൊ ടൈം എത്രയാണ്? 5 മിനിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ കണക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മിനിറ്റിലാണ് ഇത് തന്നേക്കുന്നത്. ഈ മിനിറ്റിൽ തന്നേക്കുന്നത് നമ്മൾ എപ്പോഴും എന്താക്കണം? സെക്കൻഡ് ആക്കി മാറ്റണം. മിനിറ്റിൽ തന്നേക്കുന്നത് എപ്പോഴും എന്താക്കി മാറ്റണം? സെക്കൻഡ് ആക്കി മാറ്റണം. ഇപ്പൊ ഇവിടെ എത്ര? 5 മിനിറ്റ് ആണ്. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റിനകത്ത് എത്ര സെക്കൻഡ് ഉണ്ട്? 60 സെക്കൻഡ് ഉണ്ട്. അപ്പൊ 5 മിനിറ്റിനകത്ത് 5 × 60, 5 × 60. അപ്പൊ 5 മിനിറ്റ് നമ്മൾ എത്ര സെക്കൻഡ് ആക്കി? 5 × 60 സെക്കൻഡ് ആക്കി മാറ്റി. അപ്പം ആദ്യം നമ്മൾ കറണ്ട് കൊടുത്തു, കറണ്ടിന്റെ സ്ക്വയർ കൊടുത്തു, റെസിസ്റ്റൻസ് 200 കൊടുത്തു, 5 × 60 കൊടുത്തു. അപ്പൊ ഇനി അത് ചെയ്തു പോകുന്നു. നോക്കിയാൽ പോയിന്റ് 2ന്റെ സ്ക്വയർ എത്രയാണ്? പോയിന്റ് 2ന്റെ സ്ക്വയർ, പോയിന്റ് 2നെ 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യും. പോയിന്റ് 2 × പോയിന്റ് 2. അത് നമ്മൾ എന്ത് ചെയ്യും? സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. 2 2 4. പോയിന്റ് മാറി, പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 സ്ഥാനം മാറ്റിയപ്പോൾ കിട്ടും. 2 സ്ഥാനം മാറ്റിയപ്പോൾ ഉത്തരം. അപ്പോൾ ഇവിടേക്കാണ് ഒരു സ്ഥാനം ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 കൂടി ഇട്ട് കൊടുത്ത് പോയിന്റ് 0.4. അപ്പൊ പോയിന്റ് 2 × പോയിന്റ് 2 പോയിന്റ് 0.4. അപ്പൊ പോയിന്റ് 2ന്റെ സ്ക്വയർ എത്ര എഴുതി? പോയിന്റ് 0.4. 200 എഴുതി. 200 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 5 2 10. ഓക്കെ, 2400 ജൂള്. നമുക്ക് എത്ര കിട്ടി? 2400 ജൂള്. അപ്പൊ നോക്കി, ഇതിനകത്ത് കറണ്ട് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ടൈം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചെയ്ത് നമ്മൾ 5 മിനിറ്റ് എന്നുള്ളതിനെ നമ്മൾ എന്താക്കി മാറ്റി? സെക്കൻഡ്സിലാക്കി മാറ്റി. 5 മിനിറ്റ് എന്നുള്ളത് നമ്മൾ സെക്കൻഡ്സിലാക്കി മാറ്റി. 5 × 60 കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടി 2400 ജൂളാണ് ഹീറ്റ്. അപ്പം ജൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്രോബ്ലം ഉണ്ട്, അത് നമ്മൾ എന്താ നിങ്ങൾ തന്നെ ചെയ്യുക. ജൂൾസിൽ ഉപയോഗിച്ചുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിനകത്തുള്ള റെസിസ്റ്റൻസ് എത്രയാണ്? 920 ആണ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് 230 എന്ന് പറയുന്നുണ്ട്. ടൈം 3 മിനിറ്റ് എങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന ഹീറ്റ് എത്രയാണ്? അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഹീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ RVT തന്നേക്കാം. അപ്പൊ ഇതിനകത്ത് ഏത് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കണം? ഇത് മൂന്നും വരുന്ന ഏത് ഇക്വേഷൻ ഇതിനകത്തുള്ളത്? ആദ്യത്തെ ഇക്വേഷൻ പറ്റുമോ? I²RT ആണ് ആദ്യത്തെ ഇക്വേഷൻ. ആദ്യത്തെ ഇക്വേഷൻ എത്രയാണെങ്കിൽ I വേണം. ഇവിടെ I തന്നിട്ടില്ല. R ഉം B യും T യും ആണ് തന്നേക്കുന്നത്. R ഉം B യും T. അപ്പൊ R ഉം B യും T ഉൾപ്പെടുന്ന ഇക്വേഷൻ ഏതാ? ഈ ഇക്വേഷന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. H = V² R × T എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. അപ്പൊ എങ്ങനെ ഇക്വേഷൻ എടുക്കുന്നത് മനസ്സിലായല്ലോ? ഏതാണോ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് അത് വെച്ച് എന്ത് ചെയ്യുക? ഇക്വേഷൻ എടുക്കുക. അപ്പൊ നോക്കി, ഇവിടെ വോൾട്ടേജ് എത്രയാണ് തന്നേക്കുന്നത്? വോൾട്ടേജ് 230 തന്നേക്കുന്നു. 230ന്റെ സ്ക്വയർ. വോൾട്ടേജിന്റെ സ്ക്വയർ അല്ലയോ? വോൾട്ടേജിന്റെ സ്ക്വയർ എത്രയാണ്? 230. 230ന്റെ സ്ക്വയർ കൊടുത്തു. റെസിസ്റ്റൻസ് എത്രയാണ് ഇവിടെ തന്നേക്കുന്നത്? 920. റെസിസ്റ്റൻസ് 920. ടൈം നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ 3 മിനിറ്റ് അല്ലയോ? 3 മിനിറ്റ് നമ്മൾ സെക്കൻഡ് ആക്കി മാറ്റാം. 3 മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? 3 × 60 ആണ് സെക്കൻഡ് ആക്കി മാറ്റുന്നു. 6 3 18 180. 180 സെക്കൻഡ്. 180 സെക്കൻഡ് ഇൻറ്റു 180 സെക്കൻഡ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. 230 സ്ക്വയർ 6 920 കൊടുത്തു. ടൈം എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ആക്കി നമ്മൾ 180 ഇട്ട് കൊടുത്തു. ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 10350 ജൂൾ കിട്ടുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ള? റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ഏത് ഇക്വേഷൻ എടുത്താൽ നമ്മൾ H = V² R × T എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ആൻസർ ചെയ്യും. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവിടെ 2 ഹീറ്റർ കൊടുത്തിട്ടുണ്ട്, ഹീറ്റർ എയും ഹീറ്റർ ബിയും. എന്തൊക്കെയാണ്? ഹീറ്റർ എയും ഹീറ്റർ ബിയും. ആ ഹീറ്ററിന്റെ എന്താണ്? ഓരോന്നിന്റെയും വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട് ആണ്. ആദ്യത്തിന്റെ റെസിസ്റ്റൻസ് 1150 ആണ്. അതിനകത്തൂടെ കടന്നു വന്ന സമയം എത്രയാണ്? T = 5 മിനിറ്റ് ആണ്. അതുപോലെ രണ്ടാമത്തെ കൊടുത്തിട്ടുണ്ട് 230 വോൾട്ട്, റെസിസ്റ്റൻസ് 460 ആണ്, ടൈം 5 മിനിറ്റ്. അപ്പൊ ഇവിടെ എന്താണ് വ്യത്യാസമായിട്ടുള്ളത്? നോക്കിയേ, രണ്ടാമത്തെ വോൾട്ടേജ് സെയിം തന്നെയാണ്, 230 വോൾട്ടും 230 വോൾട്ടും. ടൈം എത്രയാണ്? സെയിം തന്നെയാണ്, 5 മിനിറ്റും 5 മിനിറ്റും. പക്ഷെ വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ? റെസിസ്റ്റൻസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ആദ്യത്തിന് 1750, രണ്ടാമത്തിന് എത്രയാണ്? 460 ആണ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഉണ്ടാകുന്ന ഹീറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഹീറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നോക്കിയാൽ നമുക്കറിയാം 3 ഇക്വേഷൻസ് ഉണ്ട്. ആ 3 ഇക്വേഷൻസിന് അതിനകത്ത് ഏത് ഇക്വേഷൻ എടുക്കണം? 3 ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? H = IVT ഇക്വേഷനും, H = I²RT ഇക്വേഷനും, H = V² R × T ഇക്വേഷനും. അപ്പൊ ഇത് മൂന്നും ഉള്ളത് വോൾട്ടേജും റെസിസ്റ്റൻസും ടൈമും ഉള്ള ഏത് ഇക്വേഷൻ ആണ് ഇതിനകത്തുള്ളത്? വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ടൈം. അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ എടുക്കേണ്ടത് H = V² R × T എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. അപ്പൊ H = V² R × T എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് വരെ ഇട്ട് കൊടുക്കാം.
വോൾട്ടേജ് എത്രയാണ് ഇവിടെ 230. 230ന്റെ സ്ക്വയർ, വോൾട്ടേജിന്റെ സ്ക്വയർ ആണ്. അപ്പൊ 230ന്റെ സ്ക്വയർ കൊടുത്തു. ടൈം നമ്മൾ നേരത്തെ 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് എന്താക്കി മാറ്റണം? സെക്കൻഡ് ആക്കി മാറ്റണം. അപ്പൊ 5 ഇൻറ്റു സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. റെസിസ്റ്റൻസ് എത്രയാണുള്ളത്? 1150 ആണ് റെസിസ്റ്റൻസ് ഉള്ളത്. 1150 ആണ് റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പൊ നമ്മൾ നോക്കി ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വില എത്ര കിട്ടും നോക്കി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് വിട്ട് ഉത്തരം കിട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 13,800, അതായത് 13,800 ജൂൾ കിട്ടും. അപ്പൊ ഇവിടെ ഉണ്ടായ ഹീറ്റ് എത്രയാണ്? 13,800 ജൂൾ. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. ഈ രണ്ടാമത്തിനകത്ത് എന്തൊക്കെയുള്ളത്? വോൾട്ടേജ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, ടൈം ഉണ്ട്. അപ്പൊ ഏത് ഇക്വേഷൻ തന്നെ എടുക്കുക? വോൾട്ടേജും റെസിസ്റ്റൻസും ടൈമും ഉള്ള ഇക്വേഷൻ തന്നെ എടുക്കുക. അവിടെ നോക്കി H = V²/R × T. വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട്. അതിന്റേതാണ് വോൾട്ടേജിന്റെ സ്ക്വയർ. റെസിസ്റ്റൻസ് എത്രയാണ്? 460 റെസിസ്റ്റൻസ്. ടൈം എത്രയാണ്? 5 മിനിറ്റ്. 5 ഇൻറ്റു മിനിറ്റിന് നമ്മൾ സെക്കൻഡ് ആക്കി 5 ഇൻറ്റു 60. അപ്പൊ ഇവിടെ എന്താണ് വ്യത്യാസം വന്നത്? എന്ത് മാത്രമേ ഉള്ളൂ? റെസിസ്റ്റൻസ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? 1150 ആണ്. ഇവിടെ അതിനേക്കാൾ റെസിസ്റ്റൻസ് കുറവാണ്, 460. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വില കിട്ടുമ്പോൾ എത്ര കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടുമ്പോൾ എത്ര കിട്ടും? 34,500 ജൂൾ കിട്ടുന്നു. അപ്പൊ ആദ്യത്തിനകത്ത് എത്രയാണ്? 13,800. രണ്ടാമത്തിനാണ് 34,500. ഇതിൽ ഏതാണ് വലുത്? ഹീറ്റർ ബിയിൽ രണ്ടാമത്തെ ഹീറ്ററിനകത്തല്ലേ ഏറ്റവും കൂടുതൽ ഹീറ്റ് ഉണ്ടായത്, ഏറ്റവും കൂടുതൽ ചൂടുണ്ടായത്. രണ്ടാമത്തിനകത്ത് എത്രയാണ്? 34,500. ആദ്യത്തിനകത്ത് എത്ര ഉള്ളു? 13,800. അപ്പൊ ഇവിടെ നോക്കിയാൽ റെസിസ്റ്റൻസ് ഇതിനാണ് കൂടുതൽ. റെസിസ്റ്റൻസ് ഇതിനാണ് കൂടുതൽ. ഇതിനേക്കാളും റെസിസ്റ്റൻസ് കൂടുതൽ ഇവിടെ ആണ്. എന്നിട്ട് പക്ഷെ എന്തിനാണ് ഹീറ്റ് കൂടിയത്? രണ്ടാമത്തേനാണ് ഹീറ്റ് കൂടിയത്. നമ്മൾ പറഞ്ഞ ജൂൾസ് ലോ അനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? ഹീറ്റ് കൂടുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കിയും റെസിസ്റ്റൻസ് ഇതിന് കൂടുതലായിട്ടും കൂടുതൽ ഹീറ്റ് ഉണ്ടായത് എവിടെയാണ്? രണ്ടാമത്തേനാണ്. കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ളതിനാണ് ഇവിടെ ഹീറ്റ് കൂടുതലായിട്ട് ഉണ്ടായത്. അപ്പൊ എന്തുകൊണ്ടാണ് ഹീറ്റർ ബി ഹീറ്റർ എയേക്കാളും കൂടുതൽ ചൂടാകാൻ കാരണം? എന്തുകൊണ്ടാണ് ഹീറ്റർ ബി ഹീറ്റർ എയേക്കാളും ചൂടാകാൻ കൂടുതൽ ഹീറ്റ് ഉണ്ടാകുവാൻ കാരണം? എന്തുകൊണ്ടാണ് ഹീറ്റർ ബിക്ക് ഹീറ്റർ എയേക്കാളും കൂടുതൽ ചൂടുണ്ടാകാൻ കാരണം? അതിനുവേണ്ടി നമ്മൾ എന്ത് നോക്കാം? ഈ രണ്ട് സർക്യൂട്ടിനകത്തുള്ള കറണ്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. രണ്ട് സർക്യൂട്ടിനകത്തുള്ള കറണ്ട് എത്ര ഇതുണ്ട് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. കറണ്ട് കണ്ടുപിടിക്കുന്ന ഓംസ് ലോ അനുസരിച്ച് നമുക്കറിയാം കറണ്ട് I = എന്താണ്? V/R ആണ്. ഓംസ് ലോ അനുസരിച്ച് I = എന്താണ്? V/R ആണ്. വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ രണ്ട് സർക്യൂട്ടിലൂടെ നമ്മൾ കറണ്ട് നോക്കാം. ആദ്യത്തെ സർക്യൂട്ട്, ആദ്യത്തെ ഹീറ്ററിനകത്തുള്ള വോൾട്ടേജ് എത്രയാണ്? 230 ആണ് ആദ്യത്തിനകത്തുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തിനകത്തുള്ള വോൾട്ടേജ് 230. ആദ്യത്തിനകത്ത് റെസിസ്റ്റൻസ് എത്രയാണ്? 1150 ആണ് ആദ്യത്തിനകത്ത് റെസിസ്റ്റൻസ്. നമുക്ക് നോക്കാം, ചെയ്തു നോക്കാം. 1/5. അപ്പൊ നോക്കിയേ 1/5 എത്രയാണ്? 0.2. അപ്പൊ ആദ്യത്തെ സർക്യൂട്ടിനകത്തുള്ള കറണ്ട് എത്ര കിട്ടിയ നമുക്ക്? I = കറണ്ട് എത്രയാണ്? 0.2 ആംപിയർ ആണ് കിട്ടിയത്. ഇനി രണ്ടാമത്തെ സർക്യൂട്ടിൽ നമുക്ക് കറണ്ട് നോക്കാം. കറണ്ട് ഇക്വേഷൻ എന്താണ്? I = V/R എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതനുസരിച്ചാണ് ഓംസ് ലോ അനുസരിച്ച് I = എന്താണ്? V/R ആണ്. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? 230 ആണ് വോൾട്ടേജ്. റെസിസ്റ്റൻസ് എത്രയാണ്? 460 ആണ് റെസിസ്റ്റൻസ്. ചെയ്തു നോക്കിയേ. 1/2 ഹാഫ്, അതായത് 0.5. 1/2 എത്രയാണ്? 0.5 ആംപിയർ. അപ്പൊ 0.5 ആംപിയർ ആണ് രണ്ടാമത്തെ സർക്യൂട്ടിനകത്തുള്ളത്. ആദ്യത്തെ സർക്യൂട്ടിനകത്ത് എത്രയുള്ളൂ? 0.2 ആംപിയർ. അപ്പൊ ഏതാണ് കൂടുതൽ? കറണ്ട് ഏതിനകത്താണ് ഏറ്റവും കൂടുതൽ? രണ്ടാമത്തിനകത്താണ് കൂടുതൽ, ആദ്യത്തിനകത്താണോ? രണ്ടാമത്തിനകത്തല്ലേ കൂടുതൽ. 0.5ന്റെ 0.2നേക്കാൾ കൂടുതൽ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു റെസിസ്റ്റൻസ് ഇതിനകത്ത് കൂടുതലാണ്, പക്ഷെ കറണ്ട് എന്താണ്? കുറവാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ റെസിസ്റ്റൻസ് കുറവാണ്, കറണ്ട് കൂടുതലാണ്. ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം. നമ്മൾ ആ ടേബിൾ അന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കറണ്ടാണ്. അതായത് കറണ്ട് ഇരട്ടിയാവുമ്പോൾ 4 മടങ്ങാട്ടൊക്കെ ഹീറ്റ് കൂടുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകം റെസിസ്റ്റൻസിനെക്കാളും ഏറ്റവും കൂടുതൽ ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കറണ്ടാണ്. അതായത് കറണ്ട് കൂടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ എന്ത് കൂടുന്നത്? ഹീറ്റ് കൂടുന്നത്. അപ്പൊ ഇവിടെ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഉള്ളത്, ഏറ്റവും കൂടുതൽ കറണ്ട് ഉള്ളത്. ഇവിടാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ഉള്ളത്. അപ്പൊ ഇവിടെ നോക്കിയേ, റെസിസ്റ്റൻസ് ഇവിടെ കൂടുതലാണ്, പക്ഷെ കറണ്ട് കുറവാണ്. റെസിസ്റ്റൻസ് കൂടുതലാണ്, കറണ്ട് കുറവാണ്. ഇവിടെ നോക്കിയേ, റെസിസ്റ്റൻസ് കുറവായപ്പോൾ എന്ത് ചെയ്തു? കറണ്ട് കൂടി. റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ കറണ്ട് കൂടി. റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ കറണ്ട് കൂടി. കറണ്ട് കൂടുതലുള്ളതിനായിരിക്കും എന്ത് ചെയ്യുന്നത്? ഹീറ്റ് കൂടുതൽ വരുന്നത്. റെസിസ്റ്റൻസ് കൂടിയാൽ ഹീറ്റ് കൂടും, പക്ഷേ റെസിസ്റ്റൻസിനേക്കാളും ഏറ്റവും കൂടുതൽ ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകം ഏതാണ്? കറണ്ട് ആണ്.
അതുകൊണ്ടാണ് ഇവിടെ കറണ്ട് കൂടുതലായതുകൊണ്ട് രണ്ടാമത്തെ ഹീറ്റർ എന്ത് ചെയ്തു, കൂടുതലായിട്ട് ചൂടായത്. ആദ്യത്തിനേക്കാളും കൂടുതൽ ചൂടാവാൻ കാരണം എന്താണ്, രണ്ടാമത്തേനകത്ത് ആദ്യത്തേതിനേക്കാളും കറണ്ട് കൂടുതലായിട്ട് ഫ്ലോ ചെയ്തു. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഹീറ്റർ ബി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചൂടായത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തേതാണ് ഏറ്റവും കൂടുതൽ ചൂടായത്. കാരണം ചോദിച്ചാൽ എന്ത് പറയാം നമ്മള്, രണ്ടാമത്തിനകത്ത് കറണ്ട് കൂടുതലാണ്. രണ്ടാമത്തിനകത്ത് കറണ്ട് കൂടുതലായതുകൊണ്ടാണ് ആദ്യത്തേക്കാളും ഹീറ്റ് കൂടുവാൻ കാരണം. ഓക്കെ, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഇന്ന് നമ്മൾ ജൂൾസ് ലോ അനുസരിച്ചുള്ള 2 പ്രോബ്ലംസ് ചെയ്തു. പിന്നെ ഹീറ്റർ എ ഹീറ്റർ ബി എന്ന് പറഞ്ഞാണ്ട് അതിനകത്ത് രണ്ടിനകത്തുള്ള കറണ്ട് എങ്ങനെ, കറണ്ടും റെസിസ്റ്റൻസും എങ്ങനെയാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതാണ്, റെസിസ്റ്റൻസിനെക്കാളും കറണ്ടാണ് ഏറ്റവും കൂടുതൽ ഇതിനെ, അതായത് ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞങ്ങളുടെ ചാനലുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൂടുതൽ പ്രോബ്ലംസുകൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നോട്ട്സുകളും കൂടുതൽ പ്രോബ്ലംസുകളും ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2 നമ്പറുകൾ കൊടുക്കുന്നതായിരിക്കും. ഈ നമ്പറിൽ ഏതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും.